ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ ഞാൻ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തോലെല്ലാം കളഞ്ഞെടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാനിതവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ട്. അത് തിളച്ചിട്ടാകുമ്പം നമുക്ക് ഈ ചിപ്സിന് വേണ്ടി മുറിച്ചിട്ട് അതിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് അപ്പുറത്ത്, ആ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. അപ്പം നമുക്ക് തോല് കളയാം. അപ്പം ഞാൻ തോലെല്ലാം ഒന്ന് ചെത്തിയെടുക്കട്ടെ. എന്നിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. എന്നിട്ട് വേണം ഇത് ചെത്തിയിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ ചെത്തിയെടുക്കാൻ. അപ്പം രണ്ടും ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് വരുന്നേ. ഇതേപോലെ ചെത്തിയെടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം തോല് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകിയെടുക്കട്ടെ. അപ്പം ഞാൻ ഇതിനെ കൊണ്ടാവുമോ നോക്കട്ടെ ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ കത്തീനെ കൊണ്ട് തന്നെ മുറിച്ചിടുന്നതായിരിക്കും. കിട്ടുന്നുണ്ട്, നേരിയതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാം മുറിച്ചിട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചത് ഇതേപോലെ ഞാൻ സ്ലൈസാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കഴുകി എടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാ ഞാനെല്ലാം കഴുകിയെടുത്ത് എന്നിട്ട് ഊറ്റാൻ വെച്ചിട്ടാണുള്ളത്, കണ്ട. അപ്പോൾ ഇനി ഞാനിതിവിടെ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തിളപ്പിക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഊറ്റിയെടുക്കണം. എന്നിട്ടപ്പാട് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇതിനെ ഇടണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം ഇതിനെ. ആ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാകുമ്പോൾ ഒന്ന് വാടി കിട്ടുമല്ലോ ഉരുളക്കിഴങ്ങ്, ആ പച്ചച്ചൊവയൊന്ന് മാറുകയും ചെയ്യും. ഇപ്പം അതിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ആ വെള്ളത്തിൽ. അപ്പം എല്ലാം ഞാൻ ഇതിലേക്ക് എടുത്തിടട്ടെ. എല്ലാം എടുത്തിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. എല്ലാവരെയും എടുത്തിടട്ടെ. അപ്പം ഞാൻ എല്ലാം ഇതാ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നതാണേ. ഇതിനെല്ലാം ഞാൻ ഊറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഒരൊറ്റ തുള്ളി വെള്ളം ഇതിനുണ്ടാകാൻ പാടില്ല. ടിഷ്യൂ പേപ്പർ പോലത്തെ എന്തെങ്കിലും എടുത്ത് എല്ലാം നല്ല വൃത്തിയിൽ വെള്ളം ആറ്റിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ തീ ഓഫാക്കി. അപ്പോൾ എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ടേ. ഊറ്റിയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് വേണം അതിൽ നിന്ന് എല്ലാവരെയും എടുത്ത് മാറ്റാൻ. എന്നിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാൻ. എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനിയൊന്നുമില്ല. ഇനി ഞാൻ തണുത്ത വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കട്ടെ. നമ്മൾ അരിപ്പയിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. അതും എല്ലാം എടുത്ത് മാറ്റി.
ഇനി നമുക്കിതിനെ ആറ്റിയെടുക്കണം. വെള്ളമൊന്നും ഇല്ലാണ്ട് ആറ്റിയെടുക്കട്ടെ. എല്ലാം എടുത്ത് അപ്പോൾ ഗൈസ് ഞാനിതാ വെള്ളമെല്ലാം ആറ്റിയെടുത്തിട്ടുണ്ട്. തുണിയിൽ വെച്ചിട്ടാണ് എല്ലാം ആറ്റിയെടുത്തത് ഞാൻ. ഇനി നമുക്കിത് പാന് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പാന് കാഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കായുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി അടുത്ത വേച്ചിലിടാം. ഇത്രയും ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ചായിട്ടുണ്ട്. ഇവർ അധികം തീ കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി അടുത്ത ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കൊടുക്കട്ടെ. അപ്പം അങ്ങനെയെല്ലാം ഞാൻ വറുത്ത് കോരിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, പൊട്ടറ്റോ ചിപ്സ് ഇതാ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ട് കണ്ട. അപ്പോൾ ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും വേണ്ടിക്കലും ഒന്ന് ഇതിനാക്കാം. ചെറിയ തോതിൽ, അധികം ഒരുപാട് എരിവൊന്നും ആക്കുന്നില്ല ഞാൻ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു ചെറിയൊരു എരിവും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ഇച്ചിരി പൊടി ഒരു ഉപ്പും വെറുതെ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ആക്കുന്നു. ഉപ്പ് ഞാൻ ഇട്ടിട്ടാണല്ലോ ഇത് പതക്കുന്ന വെള്ളത്തിലിട്ടത്. വാവ്, അടിപൊളി. അപ്പോൾ ഇതാ പൊട്ടറ്റോ ചിപ്സ് ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, ഇതാ ഒന്നൊരു കഷ്ണം ഞാൻ തിന്ന് നോക്കാം. നല്ല കറുമുറു തന്നെ. ചുക്കുരു കരയുന്നുണ്ട്. ചുക്കുരു തരാം, ചുക്കുരുവിന് തരാം. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. എല്ലാവർക്കും ആക്കാൻ പറ്റുന്ന തന്നെയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.